ബസ് ഡ്രൈവർ യദു നമ്മോടൊപ്പം ഉണ്ട്. യദു, ഈ മെമ്മറി കാർഡ് ഇല്ല എന്നാണല്ലോ പറയുന്നത്? അതറിയത്തില്ല. മെമ്മറി കാർഡ് അത്രയും നേരം വർക്കിംഗ് ആയിരുന്നു. ഞാൻ പോയതിൻ്റെ അന്നൊക്കെ വർക്കിംഗ് ആയിരുന്നു വണ്ടി. താങ്കൾക്ക് എങ്ങനെ അറിയാം മെമ്മറി കാർഡ് വർക്കിംഗ് ആയിരുന്നു? മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറയുന്നത്. മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ക്യാമറ വർക്കിംഗ് ആണ്. ക്യാമറ വർക്കിംഗ് ആണെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാമായിരുന്നു? സ്ക്രീനിൽ കാണാൻ പറ്റും. സ്ക്രീനിൽ ഫ്രണ്ടിൽ സ്ക്രീനുണ്ട് വണ്ടി പോകുന്നതും ബാക്കിലത്തെ വണ്ടി വരുന്നതും. മെമ്മറി കാർഡിൽ സാധാരണഗതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല? ഇല്ല, അതൊക്കെ CMDയും അങ്ങ് മെയിൻ സാർമാരെ ഇതിലാണ് ഇതിന്റെ സെർവറൊക്കെ ഇരിക്കുന്നത്. സാധാരണഗതിയിൽ മെമ്മറി കാർഡ് ഉണ്ടാകാറുണ്ടോ? ഒരു പൊതു രീതി എന്താണ്? മെമ്മറി കാർഡ് വെക്കാറുണ്ടോ അതോ മെമ്മറി കാർഡ് ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലും ഉണ്ടായിരിക്കുകയാണോ ചെയ്യാറുള്ളത്? സാധാരണ ഇത് CMDയുടെ ഓഫീസിൽ റെക്കോർഡ് ആവേണ്ടതാണ് സാധാരണ. അങ്ങനെയാണ്. ഇത് താങ്കളുടെ നേർക്ക് ഒരു ക്യാമറ ഇല്ല അല്ലേ? ബസ്സിലെ പിൻഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ, വാഹനങ്ങൾ അല്ലെ, 3 ക്യാമറ എന്റെ നേരെ തലയിലെ 3 ക്യാമറയിൽ എൻ്റെ തലയുടെ മേളിലാണ് ക്യാമറ ഇരിക്കുന്നത്. അത് എൻ്റെ സൈഡിലോട്ടും തിരിച്ചു വെക്കുക. അത് തിരിയുന്ന ക്യാമറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. ഈ സമയത്ത് ആ ക്യാമറ താങ്കളെ ആരെങ്കിലും ഡിലീറ്റ് ചെയ്തായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, ഡിലീറ്റ് ചെയ്യാനല്ല, ആ മെമ്മറി കാർഡേ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഡിലീറ്റ് ചെയ്താൽ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷെ മെമ്മറി കാർഡ് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? മെമ്മറി കാർഡോടെ കള്ളന്മാർ കൊണ്ടുപോയി കാണും. ആരെങ്കിലും കള്ളന്മാർ കൊണ്ടുപോയി കാണും. ആരാണ് ആ കള്ളന്മാർ? ആരാണെന്നുള്ളത് അറിഞ്ഞൂടാ, എനിക്കറിയത്തില്ല. ആരായിരിക്കുമെന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ല, താങ്കൾ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണല്ലോ പറയുന്നത്. കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് ഇത് തന്നെ, അത് ജയിക്കാൻ വേണ്ടിയിട്ട് പലരും പല ലേഡീസ് അല്ലേ. ഇപ്പം എൻ്റെ ഭാഗത്ത് ഞാൻ ലേഡി ആയിട്ടുള്ള ഡ്രൈവറായിരുന്നെങ്കിൽ അവർ താങ്കൾ അശ്ലീല ആംഗ്യം കാണിച്ചില്ല എന്നാണോ വാദം? അതോ അക്കാര്യം നിയമപരമായി അവർ തെളിയിക്കട്ടെ എന്നാണോ? അതുകൊണ്ടല്ലേ ഞാൻ പറയണത്, അവർ നിയമപരമായി തെളിയിക്കട്ടെ. ഞാൻ കോടതി പോകാനും തയ്യാറായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടല്ലേ. എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ പേടിക്കാതെ നിൽക്കുന്നത്. അവരോരോ പ്രാവശ്യം ഓരോന്നും മാറ്റി മാറ്റി പറയല്ലേ, ഞാൻ ഒന്ന് തന്നെ അപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ട്. അതിന് ആധാരമായി പറയുന്നത് താങ്കൾക്ക് നേരത്തെ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്ന വിഷയത്തിൽ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ ഏരിയയിൽ വന്ന് തിരക്കാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു വ്യക്തിയല്ലാതെ വേറെ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. അത് പാർട്ടി ഇഷ്യൂ ആണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊരു ലേഡി, ഇതേപോലെ ഒരു ലേഡി കൊടുത്തതാണ്. ഇതേപോലെ അല്ല, മേരെ പോലെ അല്ല, മേരെക്കാട്ടി ഒരു സാധാ ഒരു വീട്ടു ജീവനക്കാരി എന്നുള്ള രീതിയിൽ തിരക്കിയ മതി. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ആ കേസുമായി മുന്നോട്ട് പോകാതിരുന്നത്? ഈ പയ്യന് ആ കേസ് മുന്നോട്ട് പോകാതിരുന്നത് ഔട്ട് ഓഫ് കോർട്ട് നിങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്തു എന്നാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായിട്ടുള്ള ആള് താങ്കൾക്കെതിരെ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിലാണ് കേസ് കൊടുത്തതെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നീട് ആ കേസുമായി മുന്നോട്ട് പോകാതിരുന്നത്? ഇല്ല, ഔട്ട് ഓഫ് കോർട്ട് അല്ല. ആ ബാഗിങ് എടുത്തിട്ട് വരുമോ, എൻ്റെ ബാഗ് ഔട്ട് ഓഫ് കോർട്ട് അല്ല, അല്ലാതെ തന്നെയാണ് സെറ്റിൽ ചെയ്തത്. കോടതിയിൽ ജഡ്ജി പറഞ്ഞാണ് സെറ്റിൽ ചെയ്തത്. ജഡ്ജിയാണ് ഒപ്പിട്ട് തന്നത്. അപ്പം ഔട്ട് ഓഫ് കോർട്ട് അല്ലല്ലോ. അല്ല, ജഡ്ജി എങ്ങനെയാണ് ഒപ്പിട്ട് തന്നത്? ഈ പയ്യനെ വെറുതെ വിട്ടിരിക്കുന്നു തന്നെ ഒപ്പിട്ട് തന്നു, സീലും വെച്ച് തന്നു. എന്നുവെച്ചാൽ വിധി പറഞ്ഞു എന്നാണോ? അക്കാര്യത്തിൽ കേസിന്റെ വിധി വന്നു എന്നാണോ? കേസിന്റെ വിധി വന്നു. അത് കേസായിട്ട് പോയി. 2017 കേസ് വരുന്നത്. 2020 എത്രയിലാണ് കേസ് തീർന്നത്? കേസ് തീർന്നത് ഞാനാ ഇതാ പറഞ്ഞത് ആ ജഡ്ജ്മെന്റ് ആണോ ഉള്ളത്? കേസ് തീർന്ന 2000 ഞാൻ ആവർത്തിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടിട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന് എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊരു ഔട്ട് ഓഫ് കോർട്ട്. പക്ഷെ എനിക്ക് നാണക്കേടാ
ചേട്ടന് മനസ്സിലാവുമെങ്കിൽ എന്നെ ഇത് ഇങ്ങനെ നാണം കെടുത്തി എനിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്നത്. അവർ സെലിബ്രേറ്റ് ചെയ്യാണ്.